ഓക്കെ, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊരു MDC ആയതുകൊണ്ട് അതിൻ്റെ ടൈം എത്രയാണ്? 1.5 മണിക്കൂറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്ന് ഒട്ടിച്ച് നോക്കുകയാണ്. ഓക്കെ, 1.5 മണിക്കൂറുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് 42 മാർക്കിൻ്റെ പരീക്ഷയാണ്. പാർട്ട് A ഉണ്ട്, പാർട്ട് B 6 മാർക്കിൻ്റെയാണ്. അതായത് 1 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ കാണാം. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് അറിയാം. റിമെമ്പർ, അതായത് പഠിച്ച കാര്യം ഓർമ്മിച്ചെഴുതാനും പഠിച്ച കാര്യം മനസ്സിലായോ എന്ന് നോക്കുന്നതുമായ 6 ചോദ്യങ്ങളാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, സെലക്ട് ചെയ്യാനായിരിക്കും. നോക്കിയടാ, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട് വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് അഡീഷണൽ ഇൻകം ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഐഡൻറ്റിഫൈ ദ വൺ, കണ്ടില്ലേ, വിച്ച് ഈസ് നോൺ ഡൈവേഴ്സിഫൈബിൾ റിസ്ക്. ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റാത്തതിന് എന്തെന്ന് വിളിക്കും? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വിളിക്കും. ലേബർ സ്ട്രൈക്ക്, കൺസ്യൂമർ പ്രിഫറൻസ് ആൻഡ് മാനേജ്മെൻറ്റ് പോളിസി. കണ്ടില്ല, ഇത് ഇൻഡയറക്റ്റായിട്ട്, ഒരല്പം ഇൻഡയറക്റ്റായിട്ട് വരുന്നത്. അതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തോ, മനസ്സിലാക്കിയോ എന്നറിയുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് റിസ്ക് എന്താണ്? ഇതെല്ലാം ബിസിനസ് റിസ്ക് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്യൂരിറ്റീസ് ഹാസ് ദ മോസ്റ്റ് പോസിബിൾ റിസ്ക് ആസ് വെൽ ആസ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ? സ്റ്റോക്കിനാണ്, ഒരു സംശയവും വേണ്ട. ഹോഴ്സ് റേസിംഗ്, കാർഡ് ഗെയിംസ് ആൻഡ് ലോട്ടറി എന്ന് പറയുന്നത് ആർബിട്രേജിങ് അല്ല, സ്പെക്കുലേഷനാണ് അല്ലേ. വാട്ട് ഈസ് ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? സിമ്പിളും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താ? കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി തന്നെയാണ്. സിമ്പിൾ എന്താവത്തില്ല, കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി ഇല്ല, ഒന്നിലധികം തവണ കോമ്പൗണ്ടിങ് ആവുന്നില്ല അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാര്യം മനസ്സിലായോ എന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. റിമെമ്പർ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, ബാക്കി 4 ക്വസ്റ്റ്യനും അണ്ടർസ്റ്റാൻഡാണ്. അപ്പോൾ അല്പം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് പ്രതീക്ഷിക്കാം. പാർട്ട് B 8 മാർക്കിൻ്റെയാണ്, 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ. ഇതൊന്നും എന്തല്ല, ഓപ്ഷനല്ല, ആൻസർ ഓൾ ക്വസ്റ്റ്യനാണ്. പാർട്ട് Aയും പാർട്ട് Bയും ആൻസർ ഓൾ ക്വസ്റ്റ്യനാണ്. പാർട്ട് Cയും ആൻസർ ഓൾ ക്വസ്റ്റ്യനാണ്. പക്ഷെ എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം. പാർട്ട് Bയിൽ വരാൻ ടൈം സാധ്യത ഉള്ളത് 4 ക്വസ്റ്റ്യനിൽ 2 എണ്ണം അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും, 2 എണ്ണം അപ്ലൈ ആയിരിക്കും. അതായത് നിങ്ങൾ പഠിച്ച കാര്യം ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നോക്കിയടാ, അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് റിട്ടേൺ ആൻഡ് റിയൽ റിട്ടേൺ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീഡിയോയിൽ. ഡിസ്കസ് ദ പ്രസൻറ്റ് വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ, അതും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ നോക്കിയടാ, അത് രണ്ടും അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് വലിയ കുഴപ്പമില്ല, അറിയാം. ഈ അപ്ലൈയുടെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം നോക്കി, മിസ്റ്റർ ജോയ് ഈസ് എ ബിസിനസ് മാൻ, റെക്കമെൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഫോർ മിസ്റ്റർ ജോയ്. എന്തായിരിക്കും ഒരു ബിസിനസ് മാൻ ഓപ്പൺ ചെയ്യാൻ പറ്റിയ ബാങ്ക് അക്കൗണ്ട്? പിന്നെ നമ്മുടെ കറണ്ട് അക്കൗണ്ടാണ്. കാര്യം കറണ്ട് അക്കൗണ്ടിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ബിസിനസ്സുകാർക്ക് കിട്ടുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്ത പൈസയെ കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ബിസിനസ്സുകാർ തുടങ്ങുന്ന അക്കൗണ്ട് ഏതാണ്? കറണ്ട് അക്കൗണ്ടാണ്. Mr. Jeevan want to take advantage of continuous value appreciation of gold. However, he is not interested in investing in physical gold. Can you recommend alternate gold investment scheme to him? കണ്ടില്ലേ, ഇത് കാര്യം അറിയാമെങ്കിൽ, പഠിച്ചത് വെറുതെ വല്ലവനെ ബോധിപ്പിക്കാൻ വേണ്ടി പഠിക്കാതെ കാര്യം മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിന് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ചോദ്യം, സ്വർണത്തിൻ്റെ വില കൂടുന്നത് കണ്ടിട്ട് അതിന്മേലൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? ജീവൻ എന്ന് പറയുന്ന ആൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ അയാൾക്ക് ഫിസിക്കലായിട്ട് സ്വർണം വാങ്ങിച്ച് വയ്ക്കുന്നതിനോട് താല്പര്യമില്ല. എങ്കിൽ നമുക്ക് അയാളോട് എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് പറയാമെന്നുള്ളതാണ്. ഗോൾഡ് ETF ഉണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, അതൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അയാൾക്ക് സജസ്റ്റ് ചെയ്യാം. അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ അതെന്ത് വേണം? ഈ പറഞ്ഞ പോലെ പഠിച്ചത് ഉപയോഗിക്കാനുള്ളൊരു കഴിവില്ലെങ്കിൽ അത് പാടുപെടും. ഇനി നോക്കിയടാ, നമ്മൾ പാർട്ട് Cയിലേക്ക് എത്തി. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പാർട്ട് C ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്തും 2 പാർട്ട് ഉണ്ടാവും. കണ്ടില്ലേ, ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയേ പറ്റൂ. ബട്ട് എന്താണ്, 2 പാർട്ടുണ്ട്, Aയും B എന്ന് 2 പാർട്ടുണ്ട്. A അല്ലെങ്കിൽ B എഴുതിയാൽ മതി, ഓറാണ്. ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓറുണ്ട്. ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇപ്പോൾ കണ്ട ഒരു ലക്ഷണത്തിന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പം കാണുമെന്ന്, കാര്യം പ്രസൻറ്റ് വാല്യൂവിൻ്റെയൊക്കെ ഇല്ല. ഓക്കേടാ, നോക്കൂ, കൊഗ്നിറ്റീവ് ലെവൽ നോക്കിയേ. 1 അണ്ടർസ്റ്റാൻഡാണ്, അടുത്തത് അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കാം. അണ്ടർസ്റ്റാൻഡിൻ്റെ ക്വസ്റ്റ്യൻ നോക്കി. മിസ്റ്റർ നാദ് ഇസ് എ ബിസിനസ് മാനേജർ ഓഫ് ABC ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ആൻഡ് ഈസ് ഇൻട്രസ്റ്റഡ് ടു മാനേജ് റിസ്ക്. ക്യാൻ യു ഹെൽപ്പ് ഹിം ടു ക്ലാസിഫൈ വേരിയസ് ടൈപ്സ് ഓഫ് റിസ്ക്? ബിസിനസ്സിന് വരാൻ സാധ്യതയുള്ള റിസ്ക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം.
ബി ക്വസ്റ്റ്യൻ നോക്കിയേ, ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ക്യാൻ യു ഐഡൻറ്റിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ബിലോങ്ങിങ് ടു വേരിയസ് റിസ്ക് പ്രൊഫൈൽ കാറ്റഗറി. പൊന്നുമക്കളെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ്, മനസ്സിലായെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. ഒന്ന് ഓടിച്ച് നോക്കണേ പിന്നിലേക്ക്. ഇലിസ്ട്രേറ്റ്, അതായത് നമ്മൾ അപ്ലൈയുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇലിസ്ട്രേറ്റ് ദ കമ്പോണൻസ് ഓഫ് എ ലോൺ അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ ഓഫ് ഹൗസിംഗ് ലോൺ. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുക. ലോൺ അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നമ്മളെ വീഡിയോ ഉണ്ട്, നോക്കുക. ഒരു എക്സാമ്പിൾ കാണിക്കുക എന്നതാണ് ചോദ്യം. ഇൻ്റർപ്രറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി വൈൽ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ടൈം വാല്യൂ ഓഫ് മണി അവിടെ നമുക്ക് ഉദാഹരണമൊക്കെ വെച്ച് പറയാൻ പറ്റത്തുള്ളൂ. ടൈം വാല്യൂ ഓഫ് മണി എന്താണ് ആവശ്യമെന്നുള്ളത്. അനലൈസിൻ്റെ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ കമ്പയർ എന്നോ ഡിഫറൻസ് എന്നൊക്കെ ആയിരിക്കും. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയസ് സ്റ്റേജസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വീഡിയോ ഉണ്ട്, ഇതിൻ്റെ പൊന്നുമക്കളെ കാണുക, ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും കാണേണ്ട കാര്യമാണ്. എക്സാമിൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്നെടുക്കുന്ന മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. അവസാനത്തെ ഇവാലുവേറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. മിസ്റ്റർ ഷാക്കിർ പ്രിഫർ ടു ഏൺ ഫിക്സഡ് ഇൻകം ഫ്രം his investment. Evaluate the various investment avenue which generate fixed income from him in Indian scenario. ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിക്സഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഫിക്സഡ് ബാങ്ക് ഡിപ്പോസിറ്റുകൾ പോലെ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ പോലെ, അങ്ങനെ നമ്മളൊന്ന് മനസ്സിലാക്കി എഴുതേണ്ടതാണ്. ബി പാർട്ട് നോക്കി. മിസ്റ്റർ ജെറി ലൈക്സ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. റെക്കമെൻഡ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹെൽപ്പ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ നമ്മൾ എന്തിനാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? മണി മാർക്കറ്റിൽ ഇൻസ്ട്രുമെൻസിനെയും ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെയും. ഓക്കെ, അപ്പോൾ ഒരു ഏതാണ്ടൊരു ഐഡിയ കിട്ടിയാലോ ഏത് ലെവലിലായിരിക്കും, ഏത് തലത്തിലായിരിക്കും ചോദ്യം വരുന്നതെന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് എന്ന രീതിക്കാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. അപ്പോൾ ഒന്നും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോന്നും ഓരോ കോഗ്നിറ്റീവ് ലെവലിലാണ്. അപ്ലൈ, അനലൈസൊക്കെ കാര്യമായിട്ട് എന്താണ് പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. മിനിമം പഠിച്ച കാര്യമെങ്കിലും, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കീവേഡ് നോക്കുക. ഇപ്പോൾ നോക്കി, ഇവിടെ ഇതൊരു അപ്ലൈയുടെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഈ മിസ്റ്റർ ജീവൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു അപ്ലൈയുടെ ക്വസ്റ്റ്യനാണ്. നമുക്ക് ആകെ മനസ്സിലായത് ഓൾട്ടർനേറ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ വെറുതെ അതെങ്കിലും എഴുതി വയ്ക്കുക. അതല്ല അവർ ചോദിച്ചിട്ടുള്ളത്, ഒരു ആപ്ലിക്കേഷൻ തലത്തിലാണ്. അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ തലത്തിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ കീവേഡ് ഒന്ന് തപ്പി കണ്ടുപിടിക്കുക. അറ്റ്ലീസ്റ്റ്, ഞാൻ ഒന്നും അറിയാത്തൊരു കാര്യമാണ് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ആ കീവേഡ് എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമെങ്കിലും എഴുതി വയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, നമ്മൾ പറഞ്ഞുതരാം. സമയം വളരെ കുറവാണ്. മേക്ക് യൂസ് ഓഫ് ദ ടൈം. ഓക്കെ, താങ്ക് യു ഓൾ.